മക്കളെ 27, ക്വസ്റ്റ്യൻ നമ്പർ 27 മക്കളെ 27. നോക്കിയേ, ലിമിറ്റ് x ടെൻസ് ടു 0 ax സ്ക്വയർ e റൈസ് ടു x b log 1 plus x cx e റൈസ് ടു മൈനസ് x is equal to x സ്ക്വയർ sin x. അല്ലെ, ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. ഇ റൈസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ എഴുതാം. ഇ റൈസ് ടു എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എന്താണ് കുഞ്ഞ്, എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്നാണല്ലോ. അതേപോലെ തന്നെ ഇ റൈസ് ടു മൈനസ് എക്സ് ഉണ്ടല്ലോ അവിടെ. ഇ റൈസ് ടു മൈനസ് എക്സിന്റെ എക്സ്പാൻഷൻ അറിയാലോ, ഓൾട്ടർനേറ്റ് മൈനസ് പ്ലസ് ആവൂലേ. 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അല്ലെ. സൈൻ എക്സ് ലോഗ് 1 പ്ലസ് എക്സ് അല്ലേ. ലോഗ് 1 പ്ലസ് എക്സിന്റെ എക്സ്പാൻഷനും നമുക്കറിയാലോ. എന്തായിരുന്നു മക്കളെ, എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് പറഞ്ഞോളൂ എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സെട്ര എന്നാണ്. അപ്പൊ ഇവിടെ താഴെ എക്സ് സ്ക്വയർ സൈൻ എക്സ് ആണ് അല്ലെ. അപ്പൊ ലിമിറ്റ് എഴുതാണ് എക്സ് ടെൻസ് ടു 0 എ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ എന്ന് വരും അല്ലെ. പ്ലസ് എക്സെട്ര പ്ലസ്. അടുത്തത് നോക്കിയോ, ലോഗ് 1 പ്ലസ് എക്സ് മൈനസ് ആണ്, മൈനസ്. അപ്പൊ മൈനസ് ബി ഇൻറ്റു ലോഗ് 1 പ്ലസ് എക്സ് ആണ്, എക്സ്പാൻഷൻ എഴുതി എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 എക്സെട്ര പ്ലസ് സി എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സിന്റെ എക്സ്പാൻഷൻ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സിന്റെ എക്സ്പാൻഷൻ 1 മൈനസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എക്സെട്ര ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താ ചെയ്യുക, എക്സ് സ്ക്വയർ സൈൻ എക്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ്, അത് 1 ആണ്. അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ ഇൻറ്റു എക്സ്. അപ്പൊ ഡിനോമിനേറ്ററിൽ എക്സ് ക്യൂബ് ആണ് എന്ന് മനസ്സിലായി. ഇനി കോഎഫിഷ്യൻസ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ എഴുതുകയാണ്, അത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും, എപ്പോഴും എക്സ് ക്യൂബ് വരും. കാരണം സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. ഡിനോമിനേറ്ററിൽ എക്സ് ക്യൂബ്. ഇനി എ എക്സ് സ്ക്വയർ, അത് നമുക്ക് എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യൻസ് എടുത്ത് എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ എ എക്സ് സ്ക്വയർ. അപ്പൊ ഇവിടെ എന്താ വരിക, എ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ആണ് എ എക്സ് ക്യൂബ്. അപ്പൊ അവിടെ കോഎഫിഷ്യന്റ് എക്സ് ക്യൂബിൻ്റെത് എ മൈനസ് അടുത്തേൽ എന്താ വരിക നോക്കിയോ, മൈനസ് ബി ഇൻറ്റു മൈനസ് ബി എക്സ് സ്ക്വയർ. അപ്പൊ മൈനസ് ബി ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ബി ഇൻറ്റു, അപ്പൊ മൈനസ് ബി ബൈ 3 വരും അല്ലെ. മൈനസ് ബി ബൈ 3 വരും അല്ലെ. മൈനസ് ബി ബൈ 3 പിന്നെയോ പ്ലസ് അപ്പുറത്ത് സി എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. അവിടെയാണ് സി എക്സ് ക്യൂബ് വരിക. 2 ഫാക്ടോറിയൽ 2 ആണ്. അപ്പൊ സി ബൈ 2 വരും ഇൻറ്റു എക്സ് ക്യൂബ് അല്ലെ. പ്ലസ് അതേപോലെ തന്നെ എക്സ് സ്ക്വയറിൻ്റെ എടുത്തോ, എ പ്ലസ് ബി ബൈ 2 മൈനസ് സി ഇൻറ്റു എക്സ് സ്ക്വയർ. എക്സിൻ്റെ എടുത്തോ പ്ലസ് മൈനസ് ബി പ്ലസ് സി ഇൻറ്റു എക്സ് ഈക്വൽ ടു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1 ആണ് അല്ലെ. റൈറ്റ് സൈഡിൽ 1 ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു ഫൈനൈറ്റ് നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, എക്സ് ക്യൂബ് ആണ് ഡിനോമിനേറ്ററിലുള്ളത്. അപ്പൊ എക്സ് ക്യൂബിന്റെ ലോവർ കോഎഫിഷ്യൻസ് ഒക്കെ എന്തായിരിക്കും, 0 ആയിരിക്കും എന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും എ പ്ലസ് ബി ബൈ 2 മൈനസ് സി എന്ന് പറയുന്നത് 0 ആണ്. മൈനസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 0 ആണ്. എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ്
എന്താണ് റൈറ്റ് സൈഡിലുള്ള കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് എ മൈനസ് ബി ബൈ 3 പ്ലസ് സി ബൈ 2 എന്നുള്ളത് 1 ആണ്. ഇത് മൂന്നും സോൾവ് ചെയ്തിട്ട് നമുക്ക് എ ബി സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടുന്ന് എഴുതാം സി ഈസ് ഈക്വൽ ടു ബി എന്ന് എഴുതാം. സി ഈസ് ഈക്വൽ ടു ബി ആണെങ്കിൽ ഇവിടെ നമുക്ക് എഴുതാം എ പ്ലസ് ആ രണ്ട് ഇക്വേഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് ബി ബൈ 2 മൈനസ് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതായത് എ മൈനസ് ബി ബൈ 2 ഈസ് ഈക്വൽ ടു എന്തെഴുതാം 0 എഴുതാം. അപ്പൊ എ ഈസ് ഈക്വൽ ടു ബി ബൈ 2 ഓർ ബി ഈസ് ഈക്വൽ ടു 2a എന്ന് എഴുതാം. ബി ഈസ് ഈക്വൽ ടു 2a. അത് മൂന്നാമത്തെ ഇക്വേഷനിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ എ മൈനസ് ബി എന്താണ് 2a ആണ്. അപ്പൊ 2a ബൈ 3 2a ബൈ 3 സി എന്താണ് ബി ബൈ 2 ആണ്. ബി ബൈ 2 എന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് ബി ബൈ 2 ആണ്. ആ ബി ബൈ 2 എ ആണ്. അപ്പൊ പ്ലസ് എ ഈക്വൽ ടു 1 എന്ന് വരും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ വാല്യൂ 3/4 വരും. എന്റെ വാല്യൂ 3/4 വന്നു കഴിഞ്ഞാൽ ബി എന്ത് കിട്ടും? ബി ഈസ് ഈക്വൽ ടു 2 × 3/4 ആണ്. 3/2 വരും. സിയും അതുപോലെ തന്നെ എന്ത് വന്നു 3/2 വരും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പൊ അത് മൂന്നും കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് 16 × a² പ്ലസ് b² പ്ലസ് c² വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. 16 × a² 9/4 പ്ലസ് b² 9/16 16 × 9/16. അപ്പൊ ഒന്നുകൂടി എഴുതുന്നുണ്ട് 16 × a² എന്ന് പറയുന്നത് എന്താണ് 9/16 9/16 പ്ലസ് b² എന്താണ് 9/4 പ്ലസ് c² എന്താണ് 9/4. എയും ബിയും സി ഒക്കെ ഈക്വൽ അല്ലേ? സോറി, ഈ ബിയും സിയും ഈക്വൽ അല്ലേ? അപ്പോൾ 16 × 9/16 പ്ലസ് 36/16 എന്ന് എഴുതാം. അടുത്തതും 36/16 എന്ന് എഴുതാം. 16 16 16 കട്ടി 36 പ്ലസ് 36 72 പ്ലസ് 9 എന്ന് വരും അല്ലേ? 81 ആണോ നോക്കിയ മക്കളെ? 81 ആണ് ആൻസർ. ഓക്കെ.